ആൾ അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ച് ദിവസം ആയില്ലേ നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, നല്ല ബിസിയാണ് ഇപ്പം. കാരണം ബേബീസ് വളർന്ന് വരെയല്ലേ, അപ്പോൾ അതിനൊത്ത് അവരുടെ കുസൃതിയും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിനും സമയം കിട്ടാറില്ല. എപ്പോഴും ബേബീസിനടുത്ത് തന്നെ ഇരിക്കാൻ മാത്രമേ സമയം ഉണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു പോകാറുണ്ട്. ചില ദിവസങ്ങൾ സ്റ്റാർട്ട് ചെയ്യും വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞിട്ട്, പിന്നെ മറന്നു പോകാറുണ്ട്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ആഴ്ചയിൽ ഒരു 2 വീഡിയോയിൽ ഇടണേ എന്ന് പറഞ്ഞിട്ടൊക്കെ. ഒത്തിരി സ്നേഹവും സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് രാവിലെ ബേബീസിൻ്റെ എല്ലാവരും എണീറ്റിട്ടുണ്ട്, പാലൊക്കെ കുടിച്ചു, എല്ലാം ഡയപ്പറൊക്കെ മാറ്റിയിട്ട് നല്ല സെറ്റായിട്ട് ഹാപ്പി ആയിട്ട് കിടക്കുവാണ്. അപ്പോൾ നെച്ചക്കുട്ടീനെ ഞാൻ തറയിൽ മാറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ബ്ലാങ്കറ്റ് വിരിച്ചിട്ടാണ് കിടത്തുന്നത്. വേറൊന്നും കൊണ്ടല്ല. മോളിപ്പോൾ പെട്ടെന്ന് എഴയാനും അതുപോലെ പിടിച്ച് നിൽക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെഡിൽ കിടത്തിയാൽ വേഗം വീഴാനൊക്കെ ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവളെ താഴെ കിടത്തുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി ബേബീസിൻ്റെ നമ്മൾ ഇരുന്നാലും ഹാളിൽ അവളെ കിടത്തിയിട്ടുണ്ടെങ്കിൽ എണീറ്റാൽ അവൾ അവിടെ ഇരുന്നോളും. അല്ലെങ്കിൽ ബെഡിൽ കിടത്തുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പം ഞങ്ങളത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പോവുകയാണ്. ഇന്ന് നല്ല ദോശയും ഓംലെറ്റും ഒക്കെയാണ്. അങ്ങനെ നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അങ്ങനെ പിന്നെ എൻ്റെ കസിൻ സിസ്റ്ററും ബേബിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ കുറേ നാൾ കൂടിയിട്ടാട്ടോ കാണുന്നത്. കാരണം എല്ലാവരും അവരവരുടെ ലൈഫിൽ ബിസി ആയിപ്പോയി. കാരണം എല്ലാവർക്കും മക്കളും ഒക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ട് അങ്ങ് ബിസി ആവും. അപ്പോൾ കുറേ നാളുകൂടി കാണുകയാണ്. നെച്ചുവിന് സിദാൻ ബേബിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും ആ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ അങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാവരും ആ സമയമൊക്കെ ആയപ്പോൾ ഉറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ ഇനിയിപ്പം എണീറ്റിട്ട് വേണം അവർക്കുള്ള ഫുഡ് കൊടുക്കാനായിട്ട്. രാവിലെ പാല് കൊടുക്കും, അത് കഴിഞ്ഞിട്ടൊരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് അവർക്ക് റാഗി കൊടുക്കുന്നത്. അപ്പം ബാക്കി ഇനി ബേബീസ് എല്ലാവരും എണീറ്റിട്ടുണ്ട്. ഇനി നമുക്ക് അവർക്ക് റാഗി കൊടുക്കാൻ പോവുകയാണ്. അപ്പം റാഗി പിന്നെ ഞാൻ ഏത്തക്ക പൊടിയുമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ അത് മാത്രമല്ല, അഡീഷണലായിട്ട് കുറച്ചധികം ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡേറ്റ്സ് ആണെങ്കിലും പിന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബേബീസിൻ്റെ ഒരു ഫുഡ് റുട്ടീൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഞാൻ കുറേ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെയാണ് കേട്ടോ ഓരോന്നുണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ നെച്ചുവിനും നുറുവാവിക്കും കുറുക്ക് കൊടുത്തിട്ട് നമ്മളിത് കിടത്തേക്കുമാണ്. അടുത്ത നുന്നുവാവിക്കും നദക്കുട്ടിക്കും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നെച്ചു ഇപ്പം പണ്ടത്തെ പോലെ അല്ല കേട്ടോ, എല്ലാവരും പണ്ടത്തെ പോലെ അല്ല, കുറച്ച് കുസൃതിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു എക്സ്ട്രാ കെയർ ഇപ്പോൾ വേണം. പിന്നെ നുറുവാവിക്ക് നെച്ചുവിനെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടോ, അവളെ കാണുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റൊക്കെയാണ്. അങ്ങനെ ഇപ്പോൾ കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ക്രിബിൻ്റെ മേളിൽ എണീറ്റ് നിൽക്കും. അതുകൊണ്ട് തന്നെ ക്രിബിൽ ഇപ്പോൾ കിടത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ താഴെ മാറ്റി വിരിച്ചിട്ട് ഇപ്പം കിടത്തുന്നത്. അപ്പോൾ കുറച്ച് സേഫാണല്ലോ. അങ്ങനെ നമ്മളൊരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നുറുവാവേനെയും കൂടെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മുടെ ബയ്യയുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ഞങ്ങൾ ബയ്യാക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ലുലുവിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു കേട്ടോ. ഇപ്പോൾ ബർത്ത്ഡേയുടെ തലേ ദിവസമാണ്, അതായത് ഇന്ന് നമ്മൾ രാത്രി 12 മണിക്ക് വീട്ടിലേക്ക് പോകാം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. ബയ്യാക്ക് ഒരു സർപ്രൈസ് ആയിട്ട്. കാരണം എന്തായാലും ബേബീസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരുമോ എന്നുള്ളത് ബയ്യ എക്സ്പെക്റ്റ് ചെയ്യില്ല. അത് മാത്രമല്ല, ബയ്യാക്ക് നാളെ വേറൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ ഓഫീസിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യത്തിൽ എന്തായാലും പോകും എന്നുള്ളത് നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ബയ്യ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യൂല എന്നുള്ളത് ഉറപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലുലുവിൽ പോയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചി ആമിനമ്മന്നെ അവരും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മളൊരു കേക്കും കൂടെ വാങ്ങിയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ അതേ ലുലുവിൽ കണ്ടോ, ദിവാലി അല്ലേ, അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ സ്ഥലത്തും നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ബയ്യാനെ ഒന്ന് വിളിക്കാൻ പോവുകയാണേ. നമ്മളൊരു 12-20 ആയി കേട്ടോ അവിടെ എത്തിയപ്പോഴത്തേക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ബയ്യ, ഹാപ്പി ബർത്ത്ഡേ ടു യു. Thank you.
അങ്ങനെ ഭയ്യായെ വിളിച്ച് വിഷ് ചെയ്തു. അപ്പോഴും ഭയ്യ അറിയുന്നില്ല നമ്മൾ വീട്ടിൽ ഫ്രണ്ടിൽ ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നാളെ ഭയ്യയുടെ പ്രോഗ്രാം കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് എപ്പോൾ പോകും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയ്യ ഇപ്പോൾ വരും, അപ്പോൾ എങ്ങനെയായാലും ബർത്ത്ഡേക്ക് നമുക്കൊന്ന് ഒത്തു കൂടണം എന്നുള്ളതറിയാം, പക്ഷേ ഇപ്പോൾ വരും ഭയ്യ എന്നുള്ളതൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് വിഷ് ചെയ്തിട്ട് പിന്നെ ഞാൻ കോൾ കട്ട് ചെയ്തു. പിന്നെ ഞാൻ ഒന്നുകൂടി വിളിച്ചു കേട്ടോ. ഹലോ ഭയ്യ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഗേറ്റ് ഒന്ന് തുറക്കോ ഭയ്യ? ആ ഞങ്ങൾ ഉമ്മച്ചിയെടുത്തും വാപ്പച്ചിയെടുത്തും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയ്യടുത്ത് പറയണ്ട, നമ്മൾ വരുമ്പോഴത്തേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനാണ് പ്ലാൻ എന്നൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ഭയ്യക്ക് വാങ്ങിയ ഗിഫ്റ്റ്സൊക്കെ നമ്മൾ കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കുറേ അധികം ബർത്ത്ഡേ സെലിബ്രേഷൻസും കേക്ക് കട്ടിങ്ങും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സെലിബ്രേഷൻസൊക്കെയാണ് നമുക്ക് കൂടുതലും സന്തോഷം തരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നത് വർഷത്തിലൊരുക്കെ വരുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ നമ്മളെല്ലാവരും കൂടെ കൂടി നിന്ന് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ വേറെ ആരുമില്ലല്ലോ, നമ്മുടെ ഫാമിലിയിൽ നമ്മൾ മാത്രം നിന്ന് സെലിബ്രേറ്റ് ചെയ്യും. അത് നമ്മുടെ ഫാമിലിയുടെ ബോണ്ട് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കും. നമുക്ക് എല്ലാവർക്കും ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ തരും, ഒരു സന്തോഷം തരും. എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പം ആ ഒരു മൊമെൻറ്റ്സ് നമുക്ക് എപ്പോഴും ചെറിഷ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. എനിക്കതിലൊക്കെ ഭയങ്കര സന്തോഷമാണ്. Happy birthday to you. Happy birthday to you. Happy birthday dear Bhaiya. Happy birthday to you. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് കേക്കൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോകാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ തിരിച്ച് വരണ വഴിക്ക് ഞങ്ങളത് ഇത് കണ്ടോ, ഇത് പോലീസാണ് രാത്രി കുതിരയുടെ പുറത്തിരുന്നിട്ട് ഇങ്ങനെ ഫുള്ള് കറങ്ങും കേട്ടോ. അവിടെ ഒരു പ്രൊട്ടക്ഷനായിട്ട് പണ്ട് മുതലേ ഉള്ളതാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് കുറച്ചൊന്ന് നല്ല രസമായിട്ട് തോന്നപ്പോഴും ഞാൻ നിങ്ങളോട് കാണിക്കാമെന്ന് വിചാരിച്ചു. എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അപ്പോഴെടുത്ത് കുറച്ച് ഫോട്ടോസും ഒക്കെ ഞാനതിൽ ആഡ് ചെയ്യുവാണ്. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ. കുഞ്ഞ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.